الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله سبحانه وتعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അറിഞ്ഞ് അനുസരിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളെല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരാഴ്ചക്കാലം മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട നിർണായകമായ പല വിഷയങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി മുമ്പോട്ട് നീങ്ങേണ്ട സമയമാണ്, സാഹചര്യമാണ്. ഏറ്റവും പ്രധാനമായി അടുത്ത വെള്ളിയാഴ്ചയ്ക്ക് മുമ്പായി ദുൽഹജ്ജ് മാസം സമാഗതമാകും. വളരെ അനുഗ്രഹീതമായ അമലുകളിലൂടെ അള്ളാഹുവിനോട് അടുപ്പം സിദ്ധിക്കേണ്ട ഒരു വർഷത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ദിനരാത്രങ്ങൾ കടന്നു വരുന്നു എന്നത് അറിയാതെ പോകരുത് നമ്മൾ. ആ ദിനരാത്രങ്ങളിൽ കരുതലോടുകൂടി ശ്രദ്ധയോടുകൂടി അമലുകൾ ചെയ്യണമേ എന്ന് നാം ഓരോരുത്തരും നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളെ സംബന്ധിച്ചിട്ട് പരിശുദ്ധ ഖുർആനും നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമുക്ക് വലിയ പ്രാധാന്യവും ഫളായിലുകളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ദിവസങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സമുദായം വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ മാസത്തിൻ്റെ ഈ പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളിൽ മിനയിലും അറഫയിലും മുസ്ദലിഫയിലും മക്കയിലും മദീനയിലുമൊക്കെയായി നമ്മളുടെ ഒട്ടനവധി സഹോദരി സഹോദരന്മാർ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോവുകയും അതിൽ നിരതരാവുകയും ചെയ്യുന്ന നാളുകളാണ്. ഹജ്ജ് കർമ്മത്തിലൂടെ മുസ്ലിം ലോകത്തിന് ഒരു പുതിയ ഉണർവും വിജയവും ലഭിക്കണമെന്ന് അവരോടൊപ്പം നമ്മളും ആഗ്രഹിക്കുകയും ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ വേണം. ഹജ്ജിന് വേണ്ടി പോകുന്നത് സമുദായത്തിൽ നിന്നും അള്ളാഹുവിനാൽ ഓരോ വർഷവും തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളാണ്. ഹജ്ജിൽ നമ്മൾ സമർപ്പിക്കുന്ന നമ്മുടെ അപേക്ഷകൾ, ആഗ്രഹങ്ങൾ, ദുആകൾ അതിനായി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ അവിടെ സമർപ്പിക്കുമ്പോൾ അവരോടൊപ്പം ലോകമെമ്പാടുമുള്ള മുസ്ലിം ഉമ്മത്ത് മനസ്സുകൊണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അവരുടെ ദുആകളിൽ പങ്കാളികളാകാൻ ശ്രമിക്കണം. അഥവാ 20, 30, 40 ലക്ഷം മുസ്ലിം ഉമ്മത്ത് ഹജ്ജ് കർമ്മം മക്കയിലും മദീനയിലും മിനയിലും അറഫയിലും നിർവഹിക്കുമ്പോൾ കോടാനകോടി മുസ്ലിമീങ്ങൾ ലോകത്തിൻ്റെ നാനാ മുക്കുമൂലകളിലും രാവും പകലുമായി അള്ളാഹുലേക്ക് മനസ്സ് തിരിച്ചു പിടിച്ചുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന വ്യഥകളിൽ നിന്നും വേദനകളിൽ നിന്നും അവനോട് അഭയം പ്രാപിക്കണം, അഭയം തേടണം. അല്ലാതെ ഹജ്ജിന് പോയ ആളുകൾക്ക് മാത്രമല്ല ഹജ്ജിൻ്റെ ബാധ്യതയുള്ളത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ അവർ ഈ സമുദായത്തിൽ നിന്നും ഈ കൊല്ലം തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ പ്രതിനിധികൾ മാത്രമാണ്. പടച്ചവൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന അപേക്ഷകൾ നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ഈ ദിനരാത്രങ്ങളെ സംബന്ധിച്ചിട്ട് കരുതലോടുകൂടി കഴിഞ്ഞുകൂടണമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്.
ഈ ഹജ്ജോടുകൂടി മുസ്ലിം ഉമ്മത്തിന് ഒരു ഉണർവുണ്ടാകണം, ഒരു മാറ്റമുണ്ടാകണം, ഒരു വ്യതിയാനമുണ്ടാകണം. ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നുമൊക്കെ കരകയറാൻ നമുക്ക് ഈ ഹജ്ജ് കാരണമാകണം. അത് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള നമ്മുടെ മുസ്ലിമീങ്ങളുടെ അവസ്ഥാവിശേഷങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരു പ്രദേശവാസികൾ നിർദ്ദയം കൊല ചെയ്യപ്പെടാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളല്ല മാസങ്ങൾ പിന്നിട്ടു. അവർക്ക് വേണ്ടി അല്പം ശബ്ദമെങ്കിലും ഉയർത്തിയിരുന്ന ആളുകൾ പോലും അവരെ മറക്കുകയും അതിൽ നിന്നും അറിഞ്ഞോ അറിയാതെയോ പുറകോട്ട് പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി. നമ്മുടെ പ്രിയപ്പെട്ട ഫലസ്തീനിലെ മുസ്ലിം സഹോദരി സഹോദരന്മാർ എത്ര നാളുകളായി നിർദാക്ഷിണ്യം കൊല ചെയ്യപ്പെടും. അവരുടെ വേദനകളുടെയും നൊമ്പരങ്ങളുടെയും വാർത്തകൾ ഇന്ന് നമുക്കൊരു സാധാരണ വാർത്തയായി വിശേഷമായി തീർന്നിരിക്കും. അവർക്ക് വേണ്ടി ഒച്ച ഉണ്ടാക്കാനോ ശബ്ദമുണ്ടാക്കാനോ എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കാനോ നമ്മൾ സന്നദ്ധരാകുന്നില്ലെന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടിയുള്ള ദുആക്കൾ പോലും നമുക്ക് അന്യമായി എന്നുള്ളതാണ് വസ്തുത. ആ സഹോദരങ്ങളെപ്പോലെ ലോകത്ത് മറ്റു പലരും പീഡനങ്ങൾക്ക് വിധേയരാണ്, വേദനകൾക്ക് വിധേയരാണ്. അവരുടെ കാര്യത്തിലൊക്കെ പ്രിയപ്പെട്ടവരെ നമുക്ക് ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഈ നിലയിൽ മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റു പല പ്രശ്നങ്ങളും വിഷയങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അടുത്ത 5 വർഷക്കാലം ഈ രാജ്യത്തെ ആര് നയിക്കണമെന്ന് തീരുമാനിക്കപ്പെടാൻ പോകുന്ന നിർണായകമായ ചില ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരാൻ പോവുകയാണ്. സ്വാഭാവികമായും ജനാധിപത്യ രാഷ്ട്രത്തിൽ ആ അർത്ഥത്തെ തികച്ചും മാനിക്കാത്ത രൂപത്തിൽ മറ്റു പല നിഗൂഢമായ നീക്കങ്ങളിലൂടെയും കണ്ണിൽ ചോരയില്ലാത്ത വിഭാഗം കടന്നാക്രമണത്തിലൂടെ തങ്ങളുടെ കസേര ഉറപ്പിക്കാൻ തത്രപ്പാടിലായി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രാജാതിരാജനായ മാലിക്കുൽ മുലൂക്കായ അള്ളാഹുലേക്ക് തിരിയേണ്ട സമയമാണിത്. അധികാരം നൽകുന്നതും അത് നിലനിർത്തുന്നതും അത് ആരുടെ കയ്യിൽ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നതുമൊക്കെ അള്ളാഹുവാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന നമ്മൾ കൈയുയർത്തി പ്രാർത്ഥിച്ചാൽ അത് കേൾക്കാൻ ഒരു പടച്ചവനുണ്ടെന്ന പ്രതീക്ഷ കൈവിടാതെ അത് സ്വീകരിക്കപ്പെടുന്ന തരത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ഇനിയെങ്കിലും ഒന്ന് തിരിച്ചു കൊണ്ടുവരണമെന്നതാണ് ഈ ആഴ്ചയിൽ മുസ്ലിമീങ്ങളായ നമ്മൾ ചെയ്തു തീർക്കേണ്ട ഏറ്റവും വലിയൊരു ബാധ്യത. നമ്മളത് മറന്നു പോവുകയാണ്. നമ്മൾ വിജയമാണോ പരാജയമാണോ മുമ്പിൽ വരാൻ പോകുന്നത് എന്ന ആശങ്കയോടുകൂടി വിജയിക്കാൻ സാധ്യതയുള്ളവർ ആഘോഷത്തിമർപ്പുകൾക്ക് ആരവങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ പരാജയപ്പെടുകയില്ല എന്നെല്ലാവരും വിശ്വസിച്ചുറപ്പിച്ചുകൊണ്ട് പലതും സ്വപ്നം കണ്ടു കഴിഞ്ഞുകൂടുമ്പോൾ മുസ്ലിമീങ്ങളെന്ന നിലയിൽ രാജാതിരാജനായ രക്ഷിതാവാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത് എന്ന തിരിച്ചറിവോടുകൂടി അള്ളാഹുലേക്ക് മനസ്സ് തിരിഞ്ഞ് ദുആ ചെയ്യേണ്ട സമയമാണ്. ദുആ മാത്രം പോരാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ സൂചിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ അമലുകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ഭരണാധികാരികളെ അള്ളാഹു നിശ്ചയിക്കുന്നത്. ഭൂമിയിൽ നിന്നും ആകാശത്തേക്ക് ഉയരുന്ന നന്മകളെ ആധാരമാക്കിയിട്ടാണ് ആകാശത്തു നിന്നും നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങളെ അള്ളാഹു അവതരിപ്പിക്കുന്നത്. ഇതൊക്കെ ഹദീസാണ് പ്രിയപ്പെട്ടവരെ. തീർച്ചയായും മാലിക്കുൽ മുലൂക്കായ അള്ളാഹു, രാജാതിരാജനായ അള്ളാഹു, അവനാണ് അധികാരം നൽകുന്നവൻ, അധികാരം തിരിച്ചെടുക്കുന്നവൻ. ആ അധികാരത്തിൽ ആരെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോധിക്കുന്നത് എന്ന് നമ്മുടെ അമലുകളിലൂടെയാണല്ലോ നിശ്ചയിക്കപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ വളരെ വ്യക്തമായി വന്നിട്ടുണ്ട്, മുറൂ ബിൽ മഅറൂഫ് വനഹു അനിൽ മുൻകർ. നിങ്ങൾ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും നല്ല കാര്യങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയും വേണം. നന്മകൾ വളർത്തണം, നന്മകളെ പ്രചരിപ്പിക്കണം, നന്മകൾ ഈ ഭൂമിയിൽ ഉണ്ടാകണം. തിന്മകളെ നിങ്ങൾ തടയണം, തിന്മകൾ ഇല്ലായ്മ ചെയ്യണം, തിന്മകൾ ഇല്ലാതാക്കണം. അഥവാ നിങ്ങൾ നന്മയെ ഉപദേശിക്കുകയും തിന്മയെ തടയുകയും ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ കരുണ കാണിക്കാത്ത ആളുകളെ അധികാരികളാക്കി അടിച്ചേൽപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ മേൽ കരുണ കാണിക്കാത്ത അഹങ്കാരികളെ നിങ്ങൾക്ക് മേൽ അധികാരികളായി അടിച്ചേൽപ്പിക്കുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ആരാണ് ഇത് അടിച്ചേൽപ്പിക്കുന്നത്? ജനങ്ങൾക്ക് ആധിപത്യമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴും അങ്ങനെ ഒന്നില്ലെന്ന് അനുഭവത്തിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാ ആധിപത്യവും ഉള്ളവൻ അള്ളാഹുവാണ്. നമ്മൾ നന്മ വർദ്ധിപ്പിക്കുകയും തിന്മ ഇല്ലാതാക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് അനുകൂലമായ തീരുമാനം തരുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എല്ലാ ഇരുട്ടും മാറി വെളിച്ചം വരാറുണ്ട്.
എല്ലാ കഷ്ടതകളും മാറി സമാധാനം വരാറുണ്ട്. ഇപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായി ശക്തമായ ചൂടേറ്റ് തളർന്ന് വിയർത്ത് പടച്ചവനോട് ദുആ ചെയ്ത് അള്ളാഹുവിങ്കിൽ നിന്നും മഴ വർഷിച്ചപ്പോൾ നമുക്കൊക്കെ ആശ്വാസമായി, സമാധാനമായി. മഴ വർഷിക്കുന്നതിന് മുമ്പ് നമ്മൾ കാണാറില്ലേ, മഴ വർഷിക്കുന്നതിന് മുമ്പ് അന്തരീക്ഷം മൂടിക്കെട്ടും, ഇരുളുമുറ്റും, അങ്ങിങ്ങായി ചില കൊല്ലാമിന്നും ഇടയ്ക്കിടയ്ക്ക് ഭീകര ശബ്ദത്തോടുകൂടി ഇടിമുഴക്കങ്ങൾ കേൾക്കും. ഇടിമുഴക്കങ്ങൾ കേൾക്കുമ്പോഴും ഇരുട് മുറ്റുമ്പോഴും നമ്മുടെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ മഴ വർഷിക്കും, കുറച്ച് കഴിഞ്ഞാൽ ഈ മേഘം പെയ്തിറങ്ങും, കുളിർമയുണ്ടാകും, സമാധാനം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ശരിയാണ്. ഒരു ഭാഗത്ത് നമുക്ക് നമ്മുടെ മനസ്സിനെ അലട്ടുകയും അങ്കലാപ്പിലാക്കുകയും ചെയ്തുകൊണ്ട് അന്തരീക്ഷം ഇരുൾമുറ്റുമ്പോൾ, ഉരുണ്ടുകൂടുമ്പോൾ, ഇടിമുട്ടുമ്പോൾ, കൊല്ലാമിന്നുമ്പോൾ നമ്മുടെ മനസ്സ് ഭീതിതമാകുമെങ്കിലും ഒരു പ്രതീക്ഷ, ഒരു സമാധാനത്തിൻ്റെ പ്രതീക്ഷ. താമസിയാതെ അത് പെയ്തിറങ്ങുന്ന മഴയായി മാറിയാൽ നമുക്ക് ആശ്വാസം ഉണ്ടാകും, സമാധാനം ഉണ്ടാകും, കുളിർമയുണ്ടാകും. ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ അഖിലവും, ജീവിതത്തിൽ എല്ലാ ഇടങ്ങളിലും നമ്മൾ നേരിട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ മുന്നിൽ കാണുമ്പോൾ ഇരുൾമുറ്റിയെന്ന് വിചാരിക്കും, വാതിലുകൾ അടഞ്ഞുപോയി എന്ന് നമ്മൾ വിചാരിക്കും, ഇനി രക്ഷയില്ലെന്ന് വിചാരിക്കും. ചില ആളുകൾ ഈമാനില്ലാത്തതിൻ്റെ പേരിൽ ആ ഘട്ടത്തിൽ എവിടെയെങ്കിലും പോയി തങ്ങളുടെ ജീവൻ അവസാനിപ്പിക്കും, ആത്മഹത്യ ചെയ്യും. പക്ഷേ മുസ്ലിമീങ്ങളായ നമ്മൾ പ്രതീക്ഷയോടുകൂടി പിന്നെയും ആകാശത്തേക്ക് കൈയുയർത്തിപ്പിടിച്ചുകൊണ്ട് കരയും, കണ്ണുനീര് പൊഴിക്കും, അള്ളാഹുവിനെ വിളിക്കും, അവനെ മറക്കാതിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല കുറച്ച് സമയങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് ശേഷം നമ്മളെ ആശ്വസിപ്പിക്കും, നമുക്ക് സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ കണികകൾ തെളിയിച്ചു തരും, നമ്മളെ സമാധാനിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ അഖിലവും ഉടനീളവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ്. നമ്മുടെ കൂട്ടത്തിൽ എന്തെല്ലാം വേദനകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, ദുരിതങ്ങളും ദുരന്തങ്ങളും പേറുന്നവരുണ്ട്, രോഗങ്ങളും ആ രോഗഭീതിയുടെ പേരിൽ ഉറക്കം നഷ്ടപ്പെടുന്നവരുമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. പക്ഷെ അതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കുറച്ച് കഴിയുമ്പോൾ മാറും. രോഗത്തിന് പകരം അള്ളാഹു ആരോഗ്യം തരും. ഞാനിങ്ങനെ പറയുന്നത്, നേരത്തെ സൂചിപ്പിച്ച ഈ ആഴ്ചയിൽ നമ്മുടെ മുമ്പിൽ നിർണായകമായ പല കാര്യങ്ങളുമുണ്ടെന്ന് പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി വരാൻ പോകുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുമെന്ന ആശങ്കയെക്കാളും വലിയ ഒരു വിഷയമാണ് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ മറ്റൊന്ന് കടന്നു വരും. എന്താണെന്നറിയോ? നമ്മുടെ പ്രിയപ്പെട്ട കുരുന്നുകൾക്ക് വേണ്ടി ഒരു പുതിയ അധ്യയന വർഷത്തിൻ്റെ കവാടം തുറക്കപ്പെടുന്നു എന്നതാണ്. ഞാൻ പറയുന്നു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജ്യം ആര് ഭരിച്ചാലും നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ദുരിതത്തെയും ദുരന്തത്തെക്കാളും വലിയ ദുരിതവും ദുരന്തവും ഒരുപക്ഷെ നമ്മളിലേക്ക് വരാൻ സാധ്യതയുള്ള വളരെ കരുതലോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. വളരെ കരുതലോടുകൂടി അള്ളാഹുവിനോട് ചോദിച്ച് അനുഗ്രഹം തേടേണ്ട ഒരു വിഷയമാണ് നമ്മുടെ പ്രിയപ്പെട്ട സന്തതികൾക്ക് വേണ്ടി പുതുതായി തുറക്കപ്പെടാൻ പോകുന്ന കലാലയത്തിൻ്റെ കവാടത്തിലൂടെ നമ്മളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരേണ്ടത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ അതത്ര എളുപ്പമൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടു. ആ കുഞ്ഞുങ്ങളെ വയറ്റിൽ പേറുന്ന തള്ളമാരനുഭവിക്കുന്ന വേദനകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ എത്ര വലുതാണ്. ആ തള്ളമാര് 9-10 മാസക്കാലം ആ കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കുമ്പോൾ അവൾ അനുഭവിക്കുന്ന വേദന, അവൾ അനുഭവിക്കുന്ന വ്യഥയും വിഷമവും പ്രയാസവും എത്രയാണ്. ആ വേദനകളും വിഷമങ്ങളും ഒക്കെ അവൾക്ക് സുഖമായി തീരുന്നത് എപ്പോഴാണ്? 9 മാസത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു കാല് പുറത്തേക്ക് വന്ന്, ഒരു കുഞ്ഞ് പുറത്തേക്ക് വന്ന് ആ കുഞ്ഞിൻ്റെ കരച്ചിൽ ശബ്ദം കേൾക്കുമ്പോൾ അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ചിരി പൊട്ടും. കരയുന്നത് ഇവിടെ കുഞ്ഞാണ്. പക്ഷെ കുഞ്ഞിൻ്റെ കരച്ചിൽ അമ്മയുടെ, ഉമ്മയുടെ, തള്ളയുടെ മനസ്സിൽ ഒരു സന്തോഷത്തിൻ്റെ കിരണം, ഒരു സന്തോഷത്തിൻ്റെ പൂവ്, പുഷ്പം വിരിയുകയാണല്ലോ പ്രിയപ്പെട്ടവരെ. യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളും ആലോചിക്കേണ്ടത്, ഒരു പെണ്ണനുഭവിക്കുന്ന വേദന, ആ പെണ്ണിനെ ആ കോലത്തിൽ പോറ്റി വളർത്താൻ വേണ്ടി ഉപ്പയാകാൻ പോകുന്ന ഒരു പുരുഷൻ അനുഭവിക്കുന്ന വേദന, ഒരു കുഞ്ഞിൻ്റെ പ്രതീക്ഷയോടുകൂടി, ആശയോടുകൂടി ആ കുടുംബത്തിൽ ഓരോരുത്തരും അനുഭവിക്കുന്ന വേദന, ഇത് നമ്മളൊക്കെ കണ്ടിട്ടില്ലേ? ആ കുഞ്ഞ് സുഖകരമായ നിലയിൽ ഭൂമിയിലേക്ക് പിറന്നു വീഴണമെന്ന ആഗ്രഹത്തോടുകൂടി നമ്മൾ എന്തൊക്കെ ചെയ്യാറുണ്ട്, എന്തൊക്കെ ചെയ്യണം? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു വാപ്പയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ചെയ്യണം? നമ്മൾ സാധാരണഗതിയിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, അതിനെ നല്ല നിലയിൽ പരിപാലിക്കുന്നതിന് വേണ്ടി നല്ല ഡോക്ടർമാരെ സമീപിക്കാറുണ്ട്. നല്ല ഡോക്ടർ വേണ്ടേ? നല്ല ഡോക്ടർ വേണം, നല്ല ഗൈനക്കോളജിസ്റ്റ് വേണം, നല്ല പീഡിയാട്രിഷ്യൻ വേണം, നല്ല ആശുപത്രി വേണം, അവളെ പരിചരിക്കാൻ ആവശ്യമായ മറ്റ് സംവിധാനങ്ങളൊക്കെ വേണം. നമ്മൾ എത്ര സാമ്പത്തികമില്ലാത്തവനാണെങ്കിലും രാവും പകലും കഠിനാധ്വാനം ചെയ്തിട്ട് വരാൻ പോകുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി
നമ്മുടെ മനസ്സിൻ്റെ ആ സ്വപ്നം പൂവണിയുമ്പോൾ നമ്മുടെ മനസ്സിൽ വേദനകളൊന്നും വരാതിരിക്കാൻ, നിരാശയൊന്നും വരാതിരിക്കാൻ വേണ്ടി കുഞ്ഞിനെ നമ്മൾ പരമാവധി താലോലിക്കാറില്ലേ, സംരക്ഷിക്കാറില്ലേ? അതിനുവേണ്ടി ഈ പറഞ്ഞതൊക്കെ ഡോക്ടറും ഹോസ്പിറ്റലും ഒക്കെ നമ്മൾ തിരഞ്ഞെടുക്കാറില്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജൂൺ മാസത്തിൻ്റെ ആദ്യ വാരത്തിൽ ആരംഭിക്കാൻ പോകുന്ന കലാലയ കവാടത്തിൻ്റെ തുറക്കലുണ്ടല്ലോ, അത് മറ്റൊരു ജന്മമാണ്. എപ്രകാരം അമ്മയുടെ വയറ്റിൽ നിന്നും കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ആരോഗ്യവാനാകണമേ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ദ്വാരക്കുകയും ചെയ്യുന്നു, അതിനേക്കാളും വലിയ ദ്വായാണ് പ്രിയപ്പെട്ടവരെ ജൂൺ മാസത്തിൽ തുറക്കാൻ പോകുന്ന സ്കൂളുകളിലേക്കോ മറ്റോ നമ്മുടെ കുട്ടികളെ കൈപിടിച്ച് ആനയിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. കാരണം അത് മറ്റൊരു ജന്മമാണ്, മറ്റൊരു ജീവിതത്തിൻ്റെ തുടക്കമാണ്. ഈ കുഞ്ഞിന് വേണ്ടിയും പ്രിയപ്പെട്ടവരെ നമ്മൾ ആരോഗ്യകരമായ സാംസ്കാരികമായി ആ കുഞ്ഞിനെ ശക്തിപ്പെടുത്താൻ ഉതകുന്ന നിലയിലുള്ള കലാലയം തിരഞ്ഞെടുക്കണം. അങ്ങനെ എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ചിട്ട്, എങ്ങനെങ്കിലും തൻ്റെ ബാധ്യത തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് വാപ്പയെന്ന് പറഞ്ഞ ആള് ഉത്തരവാദിത്തം തീർത്താൽ ഒരു കുഞ്ഞ് സാലിഹാവുകയില്ല. ഒരു കുഞ്ഞ് സാലിഹാകണമെങ്കിൽ വളരെ അധ്വാനമുണ്ട്. ആ അധ്വാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ സൂറത്ത് മറിയം ഗർഭിണികളായ പെൺകുട്ടികൾ പാരായണം ചെയ്യണമെന്ന് പല ഉലമാക്കളും പറയാറുണ്ട്. സൂറത്ത് മറിയം ഗർഭിണികളായ പെൺകുട്ടികളെ കൊണ്ട് പാരായണം ചെയ്യിപ്പിക്കണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നല്ലതാണെന്ന് പറയും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിന്റെ പുണ്യമായ വാചകങ്ങളും വാക്കുകളും അതിൻ്റെ ഈണത്തോടുകൂടി ഗർഭസ്ഥ ശിശു കേൾക്കുമ്പോൾ ആ കുഞ്ഞിലൊരു മാറ്റമുണ്ടാകുന്നു എന്നതാണ് മഹാന്മാർ കണ്ട ഒരു കാര്യം. എന്നാൽ നമ്മൾ കുറച്ചും കൂടി ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ വെറുതെ സൂറത്ത് മറിയമിൻ്റെ ആയാത്തുകൾ ഓതിയത് കൊണ്ട് കാര്യമില്ല. പിന്നെയോ സൂറത്ത് മറിയമിൻ്റെ ആയാത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു അമ്മയും കുഞ്ഞുമുണ്ട്, ഒരു ഉമ്മയും മകനുമുണ്ട്. ഒരു പക്ഷേ വാപ്പയാണ് കുഞ്ഞിനെ കൈപിടിച്ച് നന്മയിലേക്ക് നയിക്കേണ്ടത് എന്ന് നമ്മളൊക്കെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുമ്പോഴും ഒരു വാപ്പയില്ലാതെ പിറന്ന കുഞ്ഞിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുമ്പിൽ മാതൃകയാക്കിയിരിക്കുന്നത്. ആ കുഞ്ഞിനെ അക്ഷരം പഠിപ്പിക്കാനും അംഗനവാടിയിൽ ചേർക്കാനും LKG UKയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാനും ഇല്ലാത്ത പൈസ കൊടുത്ത് അഡ്മിഷൻ തരപ്പെടുത്തിയിട്ട് വലിയ പൈസ ചെലവാക്കിയിട്ട് ആ കുഞ്ഞിന് വിദ്യാഭ്യാസം നൽകാനും ഒന്നും ഒരു വാപ്പയില്ലായിരുന്നു, ഒരു പുരുഷനില്ലായിരുന്നു. പക്ഷേ ഒരു വാപ്പയില്ലാത്ത, പുരുഷന്റെ താങ്ങും തണലുമില്ലാത്ത ഒരു പെൺകൊടി മഹദി മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മടിയിൽ പിറന്ന കുഞ്ഞ് ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا ذلك عيسى بن مريم الله بريا قال إني عبد الله കൊച്ചു കുഞ്ഞ് അവന് നാവെടുത്ത് ചുണ്ടനക്കി വലിയ ഭാഷയിൽ പ്രസംഗിക്കാനൊന്നും അറിയില്ല, അതിൻ്റെ പ്രായമൊന്നും ആയില്ല. ആ കുഞ്ഞ് തൊട്ടിലിൽ ആടുകയാണ്. പക്ഷേ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞ് കുറച്ച് ദിവസങ്ങൾ ഏതൊരു ഉദരത്തിലായിരുന്നോ, ഏതൊരു ഗർഭത്തിലായിരുന്നോ കഴിഞ്ഞുകൂടിയത്, ആ ഗർഭത്തിൽ കഴിഞ്ഞുകൂടിയ സാഹചര്യത്തിൽ അവന് ജന്മം നൽകാൻ പോകുന്ന അമ്മയുടെ സ്വഭാവം, സംസ്കാരം, പ്രകൃതം, വിശ്വാസം, ഈമാൻ അതൊക്കെ ഈ കുഞ്ഞിലേക്ക് പകർത്തപ്പെട്ടു. അതുകൊണ്ട് ആ കുഞ്ഞ് തൊട്ടിലിൽ ആടുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചു, ഇന്നി അബ്ദുല്ലാഹ്. ആ ഒരു ബോധം ആ കുഞ്ഞിനുണ്ടായി, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ. എനിക്ക് എങ്ങനെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ അങ്ങ് ജീവിക്കാൻ പറ്റൂല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിന് വ്യക്തമായ ഒരു പ്രമാണം അള്ളാഹു തന്നു. എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി അള്ളാഹു എന്നെ പഠിപ്പിച്ചു. കിതാബ് എനിക്ക് തന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. എങ്ങനെങ്കിലുമൊക്കെ ചങ്ങാതിമാരുടെ കൂട്ടത്തിൽ ജീവിതത്തെ പാഴാക്കുക എന്നതല്ല എൻ്റെ നയം, എൻ്റെ ജീവിതം. എന്നെ അതല്ല എൻ്റെ ഉമ്മ പഠിപ്പിച്ചത്. ഉമ്മയിൽ നിന്നും ഉമ്മയുടെ വയറ്റിൽ നിന്നും ഞാൻ പകർന്നെടുത്ത പാഠം അതല്ല. അതാനിയൽ കിതാബ വജഅലനി നബിയ്യ. എനിക്ക് ജീവിതത്തിന് അള്ളാഹു വ്യക്തമായ ഒരു മാർഗം കാണിച്ചു തന്നു, എനിക്ക് ഗ്രന്ഥം തന്നു, എന്നെ മറ്റുള്ളവർക്ക് മാതൃകയാകാൻ ഉതകുന്ന നബിയാക്കി, പ്രവാചകനാക്കി പടച്ചവൻ തീരുമാനിച്ചു. അതാനിയൽ കിതാബ് വജഅലനി നബിയ്യ. പ്രിയപ്പെട്ടവരെ, ഈ 2-3 ആയത്തുകൾ നമ്മൾ മനസ്സിരുത്തി വായിക്കണം. ഞാൻ എന്നോട് അള്ളാഹു കൽപ്പിച്ചു, നീ കൃത്യമായി നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ അനുസരിക്കണം, അദബ് വേണം, അടുക്കും ചിട്ടയും വേണം, ആരാധനകളിൽ ഇബാദത്തുകളിൽ ശ്രദ്ധിക്കണം. എങ്ങനെങ്കിലും അങ്ങ് ജീവിച്ചാൽ പോരാ. പിന്നെയോ ആ നിലയിലൊക്കെ നിന്റെ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകണം എന്ന് കൊച്ചു പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ പഠിക്കുമ്പോൾ 6-ാം വയസ്സിന് ശേഷം മാത്രമേ സ്കൂളിൽ ചേർത്താവൂ എന്നൊരു നിയമം വന്നിരുന്നു.
6-ാം വയസ്സിന് ശേഷം മാത്രമേ സ്കൂളിൽ ചേർത്താവൂ. അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ പുതിയ പുതിയ പേരുകളിൽ അതിനു മുമ്പ് ചെറിയ ചെറിയ സ്കൂളുകൾ ഉണ്ടായി. അതിന് പ്ലേ സ്കൂൾ എന്ന് കൊടുത്തു, ഡേ കെയർ എന്ന് കൊടുത്തു, ഇങ്ങനെ പല പേരുകളും കൊടുത്തു. ഇപ്പം നമ്മൾ അതിന് പ്രീ സ്കൂൾ എന്ന് പേര് കൊടുക്കുന്നു. ഇങ്ങനെ പല പേരുകളിലും പുതിയ പുതിയ സ്കൂളിംഗ് സിസ്റ്റങ്ങൾ വരുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൊട്ടിലിൽ ആടുന്ന കുഞ്ഞിനെ കൊണ്ട് പടച്ചവൻ പറയിപ്പിച്ച ഒരു വലിയ സത്യം, ഒരു വലിയ ദഅവത്ത്, അല്ലെങ്കിൽ എന്നെയും നിങ്ങളെയും പോലെയുള്ള മാതാപിതാക്കൾക്ക് അള്ളാഹു നൽകുന്ന ഒരു കണിശമായ ഉപദേശം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ പിറന്നു വീഴുന്നതിന് മുമ്പ് ഈ മനോഭാവമുള്ളവരാകണം, ആക്കിയെടുക്കണം. അത് ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം? അതിന്റെ ഉത്തരവാദിത്തം ഒരിക്കലും ഈ കുഞ്ഞിനല്ല. അതിന്റെ ഉത്തരവാദിത്തം ഉമ്മക്കാണ്, വാപ്പക്കാണ്, കുടുംബങ്ങൾക്കാണ്, കുടുംബത്തിലുള്ള ആളുകൾക്കാണ്. ആ കുടുംബങ്ങൾ എത്രത്തോളം ഈ രംഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, അതുകൊണ്ടാണ് നമ്മൾ പീഡിയാട്രിഷ്യനെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഭൂമിയിലേക്ക് വന്നിട്ട് അക്ഷരം അറിയാൻ ആ സമയമാകുമ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന കലാലയങ്ങൾക്കും തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരാണ് അവനെ പഠിപ്പിക്കുന്നത്? ആരോടൊപ്പമാണ് അവൻ ചേർന്ന് നിൽക്കുന്നത്? ആരെ കൂട്ടത്തിലാണ് അവൻ സമയം വിനിയോഗിക്കുന്നത്? അഥവാ എൻ്റെ ഈ കുഞ്ഞ് പഠിച്ചു വളർന്ന് വലുതായി കലാലയ വളപ്പിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ അവൻ ഈ പറഞ്ഞതുപോലെ ഞാനൊരു അള്ളാഹുവിന്റെ അടിമയാണെന്ന ബോധത്തോടു കൂടി വരുമോ? ഞാനൊരു അള്ളാഹുവിന്റെ അടിമയാണ് എന്ന ബോധത്തോടു കൂടി വരുമോ? പ്രിയപ്പെട്ടവർ, എത്ര ശക്തമായിട്ടാണ് അള്ളാഹു കൊച്ചായത്തുകളിലൂടെ നമുക്ക് ഈ വിഷയം പറഞ്ഞു തന്നത്. ഞാൻ എൻ്റെ മാതാപിതാക്കളോട്, എന്നെ ഇങ്ങനെയൊക്കെ പോറ്റി വളർത്തി ഭൂമിയിൽ ജീവിക്കാൻ അനുവദിച്ചവരോട് നന്മയിൽ വർത്തിക്കും. അല്ലാതെ ഞാൻ ലേശം ഒരു തണ്ട് വരുമ്പോൾ, ലേശം ഒന്ന് നേരെ ചൊവ്വേ നിൽക്കാൻ സമയമാകുമ്പോൾ ഉമ്മയോടും വാപ്പയോടും കുടുംബത്തോടും ഒന്നും തർക്കിക്കുകയും അവരോട് ശണ്ട കൂടുകയും ഒന്നും ചെയ്യില്ല. ജബ്ബാറല്ല, ഷഖിയല്ല. ഞാൻ നേരെ ചൊവ്വേ നടക്കുന്ന അനുസരണയും അദബും അടുക്കും ചിട്ടയും താഴ്മയും ഒക്കെയുള്ള ഒരു കുഞ്ഞായി മാറും എന്നൊക്കെയാണ് ആ കുഞ്ഞിനെ കൊണ്ട് അള്ളാഹു നമ്മളോട് പറയിപ്പിക്കുന്നത്. ഇത് ഞാൻ ഇന്ന് രാവിലെ ഖുർആൻ ഓതുമ്പോൾ ഈ സൂറത്താണ് ഓതിയത്. അന്നേരമാണ് ഈ ആയത്തിന്റെ പ്രയോഗം. മറിയം, ഇതാണ് മറിയം പോറ്റിയ മകൻ. അള്ളാഹ് പറയാ, ഇതാണ് മറിയം പോറ്റിയ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൈപിടിച്ച് നന്മയിലേക്ക് ആനയിക്കാനും കുരുത്തക്കേട് കാണിച്ചാൽ അവനെ വടിയെടുത്ത് അടിച്ച് പേടിപ്പിക്കാനും ഒരു പുരുഷന്റെ സഹായമില്ലാതെ, ഒരു വാപ്പയുടെ സഹായമില്ലാതെ ഒരു ഉമ്മ കൃത്യമായ നിലയിൽ ആ കുഞ്ഞിനെ പോറ്റിയപ്പോൾ, വളർത്തിയപ്പോൾ, ആ കുഞ്ഞിനെ തർബിയത്ത് നൽകിയപ്പോൾ, കണ്ടോ നിങ്ങൾ മുസ്ലിമീങ്ങൾ, കണ്ടോ നിങ്ങൾ മനുഷ്യർ, മറിയം, ഇതാണ് മറിയമിന്റെ മകൻ ഈസ. ഇങ്ങനെ ഒരു മകനെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അതിനാണ് ഗർഭിണിയോട് സൂറത്ത് മറിയം ഓതാൻ പറയുന്നത്, അല്ലാതെ വെറും ബറക്കത്തിന് വേണ്ടി മാത്രമല്ല. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് മറിയം അലൈഹിസ്സലാം എന്ന ഒരു യുവതിയിൽ നിന്നും ഇങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധ്യമായത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കൊരു പക്ഷേ വലിയ മഹത്വമൊന്നുമില്ലെങ്കിൽ പോലും ഇന്ന് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന വെളുത്ത വസ്ത്രം അണിഞ്ഞ തൊപ്പിയും തലപ്പാവും ഒക്കെ ധരിച്ച ഈ കൊച്ചു കുഞ്ഞുങ്ങൾ പള്ളിയുടെ മൂലയിൽ ഇരുന്നു കൊണ്ട് ഖുർആൻ പഠിക്കുന്നു, ഹദീസ് പഠിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട സംസ്കാരത്തെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നു. പള്ളി ദർസുകളിലും പള്ളിമൂലകളിലും ഒക്കെയായി പടച്ചവനെ അറിഞ്ഞുകൊണ്ട് അറിവ് നേടാൻ ശ്രമിച്ചപ്പോൾ അതിന്റെ അംശം, അതിന്റെ അസർ, അതിന്റെ സ്വാധീനം ആ അമ്മയിലും കുഞ്ഞിലുമൊക്കെ ഉണ്ടായി എന്നതാണ് സത്യം. കാരണം മഹദി മറിയം അലൈഹിസ്സലാത്തു വസ്സലാം പഠിച്ചത് ഏത് യൂണിവേഴ്സിറ്റിയിലാണ്, ഏത് സ്കൂളിലാണ്, ഏത് കോളേജിലാണ്, എവിടുന്നാണ് അവരിങ്ങനെയൊക്കെ ഒരു നല്ല കുടുംബജീവിതവും നല്ല സന്താന പരിപാലനവും ഒക്കെ ശീലിച്ചതെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ പള്ളിയിലെ ഖതീബായിരുന്ന, പള്ളിയിലെ ഉസ്താദായിരുന്ന സക്കരിയ എന്ന പേരിൽ അറിയപ്പെട്ട അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മഹാനായ പ്രബോധകൻ, ഒരു പ്രവാചകൻ, അദ്ദേഹത്തിന്റെ കയ്യിൽ നന്മയിൽ വളർത്തണമെന്ന ആശയോടുകൂടി മാതാവും പിതാവും വിശ്വസിച്ചേൽപ്പിച്ച ഒരു കുഞ്ഞ്. ഞാൻ ഒരുപാട് ചരിത്രങ്ങൾ പറയാൻ സമയമില്ലല്ലോ. ഖുർആൻ വളരെ വ്യക്തമായി ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സൂചനയുടെ രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്, പ്രിയപ്പെട്ടവരെ, ജൂൺ മാസത്തിന്റെ ആദ്യ വാരത്തോടുകൂടി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പുതിയ സ്കൂളുകൾ തുറക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇതൊക്കെ നമ്മൾ പഠിക്കണം. വെറുതെ അങ്ങനെ പറഞ്ഞ് പ്രസംഗിച്ചങ്ങ് വിട്ടാ പോരാ. ഒരു കുടുംബം, ഒരു വാപ്പയും ഉമ്മയും തങ്ങൾക്ക് മക്കൾ ഉണ്ടാകുമ്പോൾ അത് ആൺകുട്ടിയാണെങ്കിൽ പള്ളിക്ക് കൊടുത്തേക്കാമെന്ന് നേർച്ചയാക്കുന്നു. ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററൻ ഫതഖബ്ബൽ മിന്നി ഇന്നക അൻതസ് സമീഉൽ അലീം. ഉമ്മയും ബാപ്പയും, അത് ഇതിനു മുമ്പുള്ള ഒരു ഉമ്മയും ബാപ്പയാണ്. അവര് മനസ്സാ അള്ളാഹുവിനോട് ഇങ്ങനെ ഒരു വാഗ്ദാനം ചെയ്യുക, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നേർച്ച നേരുകയാണ്. എൻ്റെ ഭാര്യയ്ക്ക് അവളുടെ പള്ളയിൽ ഒരു കുഞ്ഞ് വളരുന്നു, ആ കുഞ്ഞൊരു പുരുഷനാണെങ്കിൽ, ആണാണെങ്കിൽ, ആൺകുട്ടിയാണെങ്കിൽ, പടച്ചവനെ നിന്റെ ഭവനത്തിന്റെ സേവകനായി നിനക്ക് വേണ്ടി ഞാൻ തന്നേക്കാം എന്ന് പറയാം.
ഫലമ്മ വളഅത്ഹാ ഖാല റബ്ബി ഇന്നി വളഅതുഹാ ഉൻസാ. അവസാനം അവർ കാത്തിരുന്ന് പ്രസവിച്ചപ്പോൾ അവർ പ്രതീക്ഷിച്ചതുപോലെ ആ കുഞ്ഞാണായില്ല, പിന്നെ ആരായി? പെണ്ണായി പോയി. ഇന്നി വളഅതുഹാ ഉൻസാ, ഇന്നി വളഅതുഹാ, പെണ്ണായി പോയി. പ്രിയപ്പെട്ടവരെ, പെണ്ണായി പോയി. അതുകൊണ്ട് ഇവളെ ദർസിൽ അയക്കാൻ കഴിയില്ല, പള്ളിയിൽ അയക്കാൻ കഴിയില്ല, മദ്രസയിൽ അയക്കാൻ കഴിയില്ല, ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ അയച്ചിട്ട് ആലിമാക്കാൻ കഴിയില്ല, ഹാഫിളാക്കാൻ കഴിയില്ല. എന്തു ചെയ്യുമെന്നൊക്കെ വിചാരിച്ചു, വേദനിച്ചു. പക്ഷേ പടച്ചവനാണല്ലോ കുഞ്ഞുങ്ങളെ നന്നാക്കേണ്ടത്. മാതാപിതാക്കൾക്ക് ശ്രദ്ധയുണ്ടെങ്കിൽ, അവർക്ക് നല്ല പ്രാർത്ഥനയുണ്ടെങ്കിൽ, അവർക്ക് അള്ളാഹു നല്ല ആഗ്രഹം നൽകിയിട്ടുണ്ടെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും കുഞ്ഞുങ്ങൾ നന്നാകും എന്നതിന് ഒരു തെളിവായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നു. മറിയം എന്ന ഈ പെൺകുട്ടിയെ സക്കരിയ എന്ന ഇമാമിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. സക്കരിയ അലൈഹിസ്സലാമയുടെ ശിക്ഷണത്തിലും പരിചരണത്തിലും പള്ളിയുടെ മെഹ്റാബ് എന്ന് തന്നെയാണ് ഖുർആൻ പറയുന്നത്. മെഹ്റാബ് എന്ന് പറയുന്നത് ഇമാമ നിൽക്കുന്നതിന്റെ തൊട്ടടുത്തൊരു ചെറിയ കൂരയിൽ ആ പെൺകുട്ടി വളർന്നു, നന്മ കേട്ട് വളർന്നു, നല്ലത് ശീലിച്ചു. ആ പെൺകുട്ടിയിൽ നിന്നും എത്ര അത്ഭുതകരമായ ഒരു ജന്മം ഭൂമിയിൽ ഉണ്ടായി. ഖുർആൻ ശരിക്കും പഠിക്കൂ പ്രിയപ്പെട്ടവരെ. ഞാൻ വീണ്ടും പറയുന്നു, ഗർഭസ്ഥ ശിശുക്കളെ വയറ്റിൽ പേറുന്ന പെൺകുട്ടികൾ സൂറത്ത് മറിയം ഓതണമെന്ന് പറയുന്നത് വെറുതെ അല്ല. സൂറത്ത് മറിയം ഓതണം, അത് പഠിക്കണം, അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. അങ്ങനെ ആയാൽ പുറത്തേക്ക് വരാൻ പോകുന്ന ഈ കുഞ്ഞ് സാലിഹാകും എന്നതിൽ സംശയമൊന്നുമില്ല. പുറത്തേക്ക് വന്നതിന് ശേഷം വിശ്വസിച്ച് നമ്മളൊരു കലാലയത്തിൽ കൊണ്ടുപോയി ആക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളും പഠിച്ചു വളരുമ്പോൾ നല്ലവരായി വളരുമെന്നതിൽ സംശയമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ആ ദറസിന്റെ പരിസരത്ത് നല്ലത് മാത്രം കേട്ട് വളർന്ന ആ പെൺകുട്ടിയിൽ നിന്നും പിന്നീട് ഒരു ആൺകുട്ടി ജനിച്ചപ്പോൾ ആ ആൺകുട്ടി അംഗനവാടിയിൽ പോലും പോകാതെ ഉമ്മയുടെ മടിത്തട്ടിൽ തൊട്ടിലിൽ ആടിക്കൊണ്ട് നേരത്തെ പറഞ്ഞ വലിയ 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 സംസ്കാരങ്ങൾ പറഞ്ഞു. ഞാനൊരു പടച്ചവന്റെ അടിമയാണ്, ഞാൻ അഹങ്കാരിയൊന്നും അല്ല, ഞാൻ ഉമ്മാക്കും വാപ്പാക്കും അനുസരണ ചെയ്യും, ഞാൻ ഖുർആനിന്റെയും അഥവാ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നന്മയുടെ മാർഗത്തിൽ ഉറച്ചു നിന്ന് ജീവിക്കും. ഇങ്ങനെയൊക്കെ നല്ലൊരു പ്രഖ്യാപനത്തോടുകൂടി കലാലയത്തിൽ നിന്ന് പുറത്തു വരുന്ന കുഞ്ഞുങ്ങളാകണം നമ്മുടെ കുഞ്ഞുങ്ങൾ. പ്രിയപ്പെട്ടവരെ, അതിനാണ് നമ്മൾ പള്ളി ദറസിൽ അയക്കണമെന്നും അറബി കോളേജുകളിൽ അയക്കണമെന്നും ഖുർആൻ പഠിപ്പിക്കണമെന്നും ഹദീസ് പഠിപ്പിക്കണമെന്നും ഒക്കെ പറയുന്നത്. നമുക്കൊരു പക്ഷേ അതൊന്നും ഇന്നത്തെ കാലഘട്ടത്തിന്റെ ചിന്തയ്ക്കനുസരിച്ചിട്ട് നല്ലതായി തോന്നുന്നില്ലെങ്കിലും ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ മുസ്ലിയാരായി പോകുമോ എന്ന് ഭയപ്പാടുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ മുസ്ലിയാരാവുക എന്നുള്ള ല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ ഭൗതിക കോളേജുകളിലോ യൂണിവേഴ്സിറ്റികളിലോ പോയി വലിയ വലിയ ഡിഗ്രികൾ കരസ്ഥമാക്കിയിട്ട് വലിയ പണം സമ്പാദിക്കുക എന്നതുമല്ല. നമ്മളുടെ കുഞ്ഞുങ്ങൾ നമുക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അവർക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ പടച്ചവനെ മറക്കാതെ ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ കൂട്ടുകെട്ടുകൾ മോശമാക്കിയിട്ട് അവരുടെ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടുവരുന്ന അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ കൂട്ടത്തിൽ പഠിച്ച കുറെ സഹോദരങ്ങളുണ്ട്. അതിൽ യൂറോപ്പുകാരുണ്ട്, ഇംഗ്ലണ്ടുകാരുണ്ട്, അമേരിക്കക്കാരുണ്ട്. അങ്ങനത്തെ സഹോദരങ്ങളിൽ നിന്നും ചില അനുഭവങ്ങൾ കേട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ, ഡ്യൂസ്ബറി എന്ന് പറഞ്ഞാൽ ലണ്ടനിലാണ് എൻ്റെ കൂട്ടത്തിൽ പഠിച്ച സഹോദരങ്ങളുണ്ട്. അവര് അനുഭവം പറഞ്ഞു. ഒരു ദിവസം അവരുടെ മദ്രസയുടെ തൊട്ടടുത്ത് ജീവിക്കുന്ന യഹൂദ കുടുംബം, ജൂത കുടുംബം, ആ ജൂത കുടുംബത്തിൽപ്പെട്ട സ്ത്രീ അവരുടെ 2-3 മക്കളെയും കൂട്ടി മദ്രസയിൽ വന്നു. മദ്രസയിൽ വന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ഈ കുഞ്ഞിനെയും നിങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കുന്ന കുഞ്ഞിനെ പോലെ ആക്കി തരണമെന്ന് പറഞ്ഞു. ഇവിടുന്ന് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെ ഈ കുഞ്ഞുങ്ങളെയും ആക്കി തരണമെന്ന് ഒരു ജൂത സ്ത്രീ, ജൂതയായ അമ്മ അവിടുത്തെ ഉസ്താദന്മാരോട് വന്ന് ആവശ്യപ്പെടുക. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമ്മളിവിടെ മുസ്ലിമീങ്ങളായ ആളുകൾ ഖുർആനും ഹദീസുമാണ് പഠിക്കുക, ഹാഫിൾ ആവുകയാണ്, ആലിമാവുകയാണ്. ഹാഫിൾ എന്ന് പറഞ്ഞാൽ എന്താ? ആലിം എന്ന് പറഞ്ഞാൽ എന്താ? അത് ഏത് യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രിയാ? എവിടുന്ന് അത് പഠിക്കുന്നത്? ഇതൊന്നും അവർക്കറിയില്ല. അവരോട് വീണ്ടും പറഞ്ഞു, ജൂത സ്ത്രീയോട് പറഞ്ഞു, ഇത് ഞങ്ങൾ ഖുർആൻ പഠിക്കുന്ന സ്ഥല, തൊപ്പി തലയെക്കെട്ട് ജുബ്ബൊക്കെ ഇട്ടുകൊണ്ട് പള്ളിയുടെ ഉള്ളിൽ ഇങ്ങനെ പഴഞ്ചന്മാരെന്ന് നിങ്ങളൊക്കെ വിളിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കുന്നു, ഹദീസ് പഠിപ്പിക്കുന്നു. അവർ പറഞ്ഞു, അത് എൻ്റെ മക്കൾക്കും പഠിപ്പിച്ചോളൂ, എന്ത് പഠിപ്പിച്ചാലും വേണ്ടിയില്ല, എൻ്റെ മക്കളും നിങ്ങളുടെ മക്കളെ പോലെ ആകണം. എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചിന്തിക്കുന്നത്? അവർ പറഞ്ഞു, ഈ യൂറോപ്യൻ സാഹചര്യത്തിൽ, വൃത്തികെട്ട ദുഷിച്ച സാഹചര്യത്തിൽ ഞാൻ കാണുന്നു നിങ്ങളുടെ മക്കളുടെ അദബ്, സംസ്കാരം, സ്വഭാവം, അനുസരണ, അവരുടെ കണ്ണ് കട്ടുനോക്കാതെ സൂക്ഷിച്ച് ജീവിക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ മൃഗങ്ങളെക്കാളും വൃത്തികെട്ട ജീവിതം ഞങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമുക്കിത് യൂറോപ്പിന്റെ അനുഭവമായിട്ടാണ് പറയാൻ കഴിയുക, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിന്റെയും അമേരിക്കയുടെയും ഒക്കെ അനുഭവമായിട്ടാണ് പറയാൻ കഴിയുക. എങ്കിൽ ഇന്ന് ഇതിനേക്കാളും വൃത്തികെട്ട രീതി നമ്മുടെ രാജ്യത്ത് നമ്മൾ ഇങ്ങനെ അനുഗമിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ ഇത് അനുകരിക്കാൻ ശ്രമിക്കുക, എന്നിട്ട് അതൊരു പുരോഗതിയാണെന്ന് വിചാരിക്കുക. മുസ്ലിമീങ്ങളായ മുസ്ലിയാക്കന്മാരായ നമ്മൾ തലക്കെട്ടും കെട്ടി അങ്ങനത്തെ ഏതെങ്കിലും ആളുകളുടെ മുമ്പിലേക്ക് പോയാൽ അവർ നമ്മുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ഒരു അവജ്ഞയോടുകൂടി
അവഹേളിക്കുന്ന രൂപത്തിൽ ഒരു പുളിച്ച ചിരി പാസ്സാ. കാരണം നമുക്കിതൊന്നും അറിയില്ലല്ലോ പ്രിയപ്പെട്ടവരെ. നമ്മളെക്കാളും വലിയ ആളുകളാണെന്ന് വിചാരിച്ചവർ അവർ ജീവിച്ച് മടുത്തിട്ട് അവർ വലിച്ചെറിഞ്ഞ ഒരു ദുഷിച്ച സംസ്കാരത്തെ ഇപ്പൊ നമ്മൾ പുതിയ വളർച്ചയുടെ ഭാഗമായിട്ട് എടുത്തണിയാൻ ശ്രമിക്കുകയാണ്. അവർ ഉച്ഛിഷ്ടമായി വലിച്ചെറിഞ്ഞതൊക്കെ നമ്മൾ ഇങ്ങനെ വാരി വിഴുങ്ങാൻ ശ്രമിക്കുകയാണ്. ഈ കുടുംബം അഥവാ ജൂത കുടുംബം അവരുടെ മക്കളെയും ഇങ്ങനെ ആക്കി തരണം എന്ന് പറഞ്ഞപ്പം ഉസ്താദന്മാർ പറഞ്ഞു അത് സ്വാഭാവികമായും പ്രയാസമാണ്. കാരണം മുസ്ലിം ആകണം, ഇസ്ലാം മതം സ്വീകരിക്കണം, ഖുർആൻ പഠിക്കണം, ഹദീസ്, ഇവിടെ അതാണ് പഠിപ്പിക്കുന്നത്, അല്ലാതെ വേറെ യൂണിവേഴ്സിറ്റി ഡിഗ്രിക്കൊന്നുമല്ല. അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ നന്നാകാൻ, എൻ്റെ മക്കള് മനുഷ്യരാകാൻ, എൻ്റെ മക്കള് നിങ്ങളുടെ മക്കളെ പോലെ അനുസരണയും അമ്മയും അച്ഛനെയും ഒക്കെ അനുസരിക്കുന്നവരാകാൻ വേണ്ടി അവർ മുസ്ലിമാകാൻ ഞാൻ തയ്യാറാ, ഞങ്ങൾ മുസ്ലിമാകാൻ ഞങ്ങൾ തയ്യാറാ. അവർ മുസ്ലിമായി. അവരുടെ മക്കളെ ഈ പറഞ്ഞ പള്ളിയിൽ പഠിപ്പിക്കുന്നു. അവർ തലക്കെട്ടും തൊപ്പിയൊക്കെ കെട്ടി ഇന്ന് അവർ സുഖമായി ഖുർആനും ഹദീസും പഠിക്കും. പ്രിയപ്പെട്ടവരെ, അതേ രാജ്യത്ത് തന്നെ എന്നോടൊപ്പം പഠിച്ച മറ്റൊരു സഹോദരൻ പറഞ്ഞൊരു അനുഭവമുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ കൊണ്ടാക്കി. ആര്? വലിയ കലാലയ, ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും, വലിയ കലാലയത്തിൽ നിന്നും ഇസ്ലാമികമായി വലിയ ഡിഗ്രി എടുത്തുകൊണ്ട് അങ്ങനെ ദീനിയായ സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് ആ രാജ്യത്ത് എത്തിപ്പെട്ട ഒരു വലിയ പണ്ഡിതൻ. ആ പണ്ഡിതന്റെ ഫാമിലിയോടൊപ്പം താമസിക്കുമ്പോൾ അവിടെ കുഞ്ഞുങ്ങളുണ്ടായി. ആ കുഞ്ഞുങ്ങളെ അവർ വിചാരിച്ചതുപോലെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല. ആ കുഞ്ഞുങ്ങളെ ആ രാജ്യത്തെ സ്കൂളുകളിൽ പഠിക്കാൻ അയച്ചിട്ട് എന്ത് പഠിച്ചിട്ടാ വന്നത്? എന്ത് പഠിച്ചിട്ടാ? മിമ്പറാണിത്. സമയം ഒരുപാടായി, ഞാൻ ഒരുപാട് വിശദീകരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പറയേണ്ടതില്ലല്ലോ പ്രിയപ്പെട്ടവരെ. പുതിയ കലാലയ വളപ്പുകളുടെ ദുഷിച്ച സംസ്കാരങ്ങൾ തങ്ങളുടെ മക്കളിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള തരത്തിൽ അവർ കോഴ്സിന് ചേർത്തു, കുട്ടികളെ പഠിപ്പിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഈ മക്കളൊക്കെ കൈവിട്ടുപോയി, കൺട്രോൾ വിട്ടുപോയി. അവര് ഏതൊക്കെയോ രൂപത്തിലായി. വലിയ പണ്ഡിതന്റെ, ആലിമിന്റെ, ഉസ്താദിന്റെ മോനാണെങ്കിലും അവൻ പോയി പഠിച്ചു വന്നപ്പോൾ അവനൊന്നും അല്ലാത്ത കോലത്തിലായി. വലിയ വിഷമം. വാപ്പ ഈ മകനെ സംബന്ധിച്ചിട്ട് വിഷമത്തോടുകൂടി അയാളുടെ കൂട്ടുകാരനായ പള്ളിയിലെ ഇമാമിനെ സമീപിച്ചിട്ട് പറഞ്ഞു, ഭയങ്കര ദുഃഖമുണ്ട്, ഭയങ്കര വിഷമമുണ്ട്, എൻ്റെ മകൻ വഴികെട്ടുപോയി. വഴികെടുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സാധാരണ വഴികെടുന്നത് പോലെ അല്ല ഇപ്പോഴും വഴികെടുന്നത്. ഇപ്പോഴത്തെ വഴികേട് അങ്ങേയറ്റത്തെ വഴികേടാണ്. തിരിച്ചു വരാൻ കഴിയാത്ത നിലയിൽ നമ്മളുടെ പുതിയ തലമുറ ഇങ്ങനെ വഴിതെറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ കുസൃതിയോ കുരുത്തക്കോടൊക്കെ കാണിച്ചാൽ ഒന്ന് വാപ്പ വിളിച്ച് വിരട്ടുകയോ ചെറിയൊരു അടി കൊടുക്കുകയോ ചെയ്താൽ അങ്ങ് നന്നാവും. പാപ്പ വിളിച്ചിട്ട് നന്നാവുന്നില്ലെങ്കിൽ അവന്റെ ഉസ്താദിനെയോ സാറിനെയോ വിളിച്ച് പറഞ്ഞാൽ അയാൾ വിളിച്ചടിച്ചാൽ അങ്ങ് ശരിയാവും. ഇന്ന് അതുകൊണ്ടൊന്നും ശരിയാവുന്നില്ല. മക്കള് മാതാപിതാക്കളുടെയും അധ്യാപകന്മാരുടെയും മുഖത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട് അവരെ മര്യാദ പഠിപ്പിക്കാൻ ശ്രമിക്കുക. ഒന്നും മിണ്ടാൻ പറ്റൂല, തൊടാൻ പറ്റൂല, ശകാരിക്കാൻ പറ്റൂല. പ്രിയപ്പെട്ടവർ, അതൊക്കെ വലിയ വിഷയമാണ്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ നമ്മുടെ മക്കളെ സ്കൂളുകളിലേക്ക് അയക്കുന്നത് എന്ന അവബോധം ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു പോയത്. ഈ സുഹൃത്തിനോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടും പിടിച്ചിട്ടും ഒന്നും ചെക്കനെ കിട്ടുന്നില്ല, അവൻ ഏതെല്ലോ കോലത്തിലായിപ്പോയി, ഇന്ന് അവൻ എല്ലാ വൃത്തികേടുകൾക്കും അടിമയായി. എന്തെങ്കിലും പറയുമ്പം അവൻ ഇങ്ങോട്ട് തർക്കിക്കുകയാണ്, അവൻ എതിർത്ത് സംസാരിക്കുകയാണ്, നമ്മളെ കുറ്റം പറയാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് വിളിച്ച് സംസാരിച്ചാൽ തരക്കേടില്ലായിരുന്നു എന്ന് പറഞ്ഞു. നോക്കാം എന്ന് പറഞ്ഞിട്ട് അവന്റെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഒരു ദിവസം തന്റെ റൂമിലേക്ക് വിളിപ്പിച്ചു. അപ്പം ഇദ്ദേഹം പറയാണ്, ഞാൻ ഈ ചെറുക്കനെ എന്ത് പറഞ്ഞ ഉപദേശിക്കുക? അവനെ കുറിച്ചിട്ട് വാപ്പ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവൻ അന്യ പെൺകുട്ടികളുമായി അബദ്ധസഞ്ചാരം നടത്തുന്നു, അവിഹിത ബന്ധം പുലർത്തുന്നു, മദ്യപിക്കുന്നു, അങ്ങനെ പലതും ഉണ്ടെന്നാ കേട്ടത്. ഇവന്റെ മനസ്സ് മാറ്റാൻ ഞാൻ എന്തു പറയും? അവസാനം ഈ ആലിമു പറയാണ്, ഞാൻ ഇങ്ങനെ ആലോചിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ ഒരു മനുഷ്യൻ വന്നിട്ട് വ്യഭിചരിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് പ്രയോഗിച്ച ഒരു മാർഗം ഉണ്ടല്ലോ. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് തങ്ങൾ പ്രയോഗിച്ച ഒരു മാർഗം, അത് തന്നെ പ്രയോഗിക്കാം, അത് സുന്നത്താണല്ലോ, മനസ്സ് മാറുമായിരിക്കുമെന്ന് വിചാരിച്ച് അവനെ വിളിച്ച് റൂമിലിരുത്തി ചായയും കാപ്പിയൊക്കെ കൊടുത്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ, നീ ഇങ്ങനെ അവിഹിതമായ ബന്ധത്തിൽ ഏർപ്പെടുന്നത് വളരെ മോശമല്ലേ? വേറൊരു പെൺകുട്ടിയോട്, വിവാഹം കഴിക്കാത്ത പെൺകുട്ടിയുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ പാതകമല്ലേ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അവനൊരു താല്പര്യമില്ലാത്തതുപോലെ തന്നോടുകൂടി കേട്ടോണ്ടിരുന്നു. എന്നിട്ട് ഞാൻ അവനോട് ചോദിച്ചു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചതുപോലെ, മോനെ, നിന്റെ പ്രിയപ്പെട്ട സഹോദരിയോടൊപ്പം ഏതെങ്കിലും ഒരു അന്യപുരുഷൻ ഇങ്ങനെ ബന്ധപ്പെട്ടാൽ, അല്ലെങ്കിൽ നിന്റെ ഉമ്മയോടൊപ്പം ആരെങ്കിലും ഇപ്രകാരം ബന്ധപ്പെട്ടാൽ നീ അത് സഹിക്കുമോ എന്ന് ചോദിച്ചപ്പം അവനിങ്ങനെ പെട്ടെന്ന് ചാടി തല പൊക്കിയിട്ട്, അതിനെന്താ കുഴപ്പം? അവർക്ക് രണ്ടുപേർക്കും അഭിപ്രായ വ്യത്യാസമില്ലെങ്കിൽ, എതിർപ്പില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നിവൻ പറഞ്ഞു. ഈ ആലിമ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാം, നമ്മുടെ സമുദായത്തിലെ പുതിയ തലമുറ സഞ്ചരിക്കുന്നത് എങ്ങോട്ടാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്ന് ആറാബിയായ, അക്ഷരമറിയാത്ത ആ സാധുവായ മനുഷ്യൻ വ്യഭിചാരത്തെ കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച ചോദ്യം, മോനെ, നിന്റെ ഉമ്മയോടൊപ്പം ആരെങ്കിലും വ്യഭിചരിച്ചാൽ നിനക്ക് ഇഷ്ടപ്പെടും? വല്ലാഹി
അള്ളാഹുവിനെയും അവന്റെ റസൂലിനെ തന്നെയാണ് സത്യം, ഞാൻ അതൊരിക്കലും ഇഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞു. അതൊരു മനുഷ്യത്വമാണ് പ്രിയപ്പെട്ടവരെ, അതൊരു മനുഷ്യത്വമാണ്. നിന്റെ സഹോദരിയോടൊപ്പം ആരെങ്കിലും വ്യഭിചാരിക്കാൻ ഏർപ്പെട്ടാൽ നീ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലുമില്ല എന്ന് പറഞ്ഞു. ആ നല്ല സംസ്കാരത്തിന് അക്ഷരമറിയാത്ത ആളുകളെ പാകപ്പെടുത്തിയെടുത്ത ഒരു സാമൂഹിക സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നുമാണ് നമ്മൾ അകന്നകന്ന് പുരോഗതി എന്ന തെറ്റായ ധാരണയോടുകൂടി നമ്മൾ ഇങ്ങനെ പറയും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അമ്മയോടായിരുന്നാലും പെങ്ങളോടായിരുന്നാലും അവളൊക്കെ പെണ്ണാണ് എന്നൊരു വിശ്വാസം വളർത്തുക. അതാണ് നമ്മുടെ കലാലയത്തിന്റെ സംസ്കാരം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ജൂൺ മാസത്തിന്റെ ആദ്യ വാരം എന്ന് പറയുന്നത്, ആദ്യ ആഴ്ച എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ആഴ്ചയാണ്. നമ്മൾ ആകാശത്തു നിന്ന് മുതിർന്നു വീഴുന്ന മഴത്തുള്ളികളിലൂടെ കുളിർമ പ്രതീക്ഷിക്കുന്നത് പോലെ ആ അള്ളാഹുവിൽ നിന്ന് തന്നെ വരേണ്ട ഒരുപാട് നല്ല തീരുമാനങ്ങൾക്ക് വേണ്ടി കണ്ണുനീര് പൊഴിക്കേണ്ട ദിവസങ്ങളാണിത്. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, അള്ളാഹുവിനോട് കരയണം, അവനിലേക്ക് അഭയം പ്രാപിക്കണം. ഒപ്പം നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ ഉണർന്ന് പ്രവർത്തിക്കണം. വാപ്പ എന്ന നിലയിൽ, ഉമ്മ എന്ന നിലയിൽ, മൂത്ത സഹോദരൻ എന്ന നിലയിൽ, ഉസ്താദ് എന്ന നിലയിൽ, നാടിന്റെ പ്രധാനികൾ എന്ന നിലയിലൊക്കെ നമുക്ക് ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ഉണർന്ന് പ്രവർത്തിക്കണം. നമ്മൾ ആരും അലസതയിലാകരുത്, ഗഫലത്തിലാകരുത്. അലസതയും ഗഫലത്തും മുഖേനയാണ് നമ്മുടെ തലമുറ നമ്മുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളൊക്കെ കൃത്യമായ നിലയിൽ അറിയാൻ, അംഗീകരിക്കാൻ, അനുസരിക്കാൻ, ഉണർന്ന് പ്രവർത്തിക്കാൻ നമുക്കൊക്കെ നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയൊക്കെ അള്ളാഹു നല്ലവരാക്കി വളർത്തി തരുമാറാകട്ടെ. അവർക്ക് നാഫിയായ നല്ല ഇൽമ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്കൂളുകളിൽ നിന്നായിരുന്നാലും കോളേജുകളിൽ നിന്നായിരുന്നാലും ഇനി ദർസുകളിൽ നിന്നോ പള്ളി മൂലകളിൽ നിന്നാണെങ്കിലും നാഫി ആയതിനെ അള്ളാഹു നമ്മുടെ മക്കൾക്ക് സമ്മാനിക്കുമാറാകട്ടെ. നാഫി അല്ലാത്ത ഇൽമിൽ നിന്നും അള്ളാഹു നമ്മളെ ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാഫി അല്ലാത്ത ഇൽമിന്റെ കലാലയ വളപ്പിലെ കൂട്ടുകെട്ടുകളിൽ നിന്നും അള്ളാഹു നമ്മുടെ കുഞ്ഞുങ്ങളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളുടെയും നമ്മുടെ കുടുംബത്തിന്റെയും സംസ്കാരത്തെ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഒക്കെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കടങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും വിഷമങ്ങളും ഒക്കെ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. നമുക്ക് അനുകൂലമായ നിലയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം എന്നോണം നല്ല തീരുമാനങ്ങളെ കൊണ്ട് നമ്മളെ സന്തോഷിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്തിന് പുറത്ത് ഫലസ്തീൻ പോലെയുള്ള നാടുകളിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു സമാധാനവും ഐശ്വര്യവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.